അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിച്ചു ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിൻ്റെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു, യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതൻ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്നുത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഗോൽഗോത്തായിൽ ക്രൂശിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ക്രൂശിച്ചു ചുമന്നുകൊണ്ട് ഗോൽഗോത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആ സ്ഥലമാണ്. ഇത് അന്നത്തെ കാലത്തെ ഒരു ടൗണായിരുന്നു, ഒരു പട്ടണമായിരുന്നു. താഴെ കാണുന്നത് അന്നത്തെ കാലത്തെ ഒരു വലിയ മാർക്കറ്റായിരുന്നു. അന്നത്തെ കാലത്തെ വലിയൊരു മാർക്കറ്റും ടൗണും ഈ താഴെ നിങ്ങൾ കാണുമ്പോൾ, ഇതിൻ്റെ മുകളിൽ യേശു കർത്താവിനെ ഈ തലയോടിടം എന്ന ഈ സ്ഥലത്ത് ക്രൂശിച്ചു. ഇതിനൊരു സ്കള്ളിൻ്റെ, ഒരു തലയോട്ടിയുടെ ഷേപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് അത് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. യേശു കർത്താവിനെ ഇവിടെ ക്രൂശിച്ചതിന് ശേഷം മേലെഴുത്ത് എഴുതി വെച്ചു. ഇതുവഴി പോയവരെല്ലാവരും ക്രൂശിതനായി കിടക്കുന്ന കർത്താവിനെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിനായി, ശാപത്തിൻ്റെ വിമോചനത്തിനായി, നിത്യജീവന് വേണ്ടി യേശു കർത്താവ് യാഗമായി തീർന്നു. വീണ്ടും നിങ്ങൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം കൊടുക്കുകയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്ത് ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടം കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗ്ഗങ്ങളോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും. അപ്പോൾ കർത്താവിനെ ക്രൂശിച്ചത് ഈ ഗോൽഗോത്ത മലമുകളിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അരിമത്യയിലെ മന്ത്രിയായ ജോസഫിൻ്റെ ആ തോട്ടത്തിലാണ്.